ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നെന്ന് കരുതുന്നു. അൽഹംദുലില്ലാ ഞങ്ങൾക്ക് ഇവിടെ സുഖമാണ് കേട്ടോ. അപ്പം ഞാൻ ഇപ്പോൾ ഒരു ഓൺ വോയിസ് വരാൻ കാരണം കുറേ പേര് എനിക്ക് മെസ്സേജ് അയച്ച് ചോദിച്ചിരുന്നു, നിങ്ങൾ സേഫ് ആണോ എന്ന് ചോദിച്ചിരുന്നു കേട്ടോ. ഇപ്പം എൻ്റെ ബന്ധുക്കളെക്കാട്ടിലൊക്കെ എൻ്റെ വിവരങ്ങൾ തിരക്കുന്ന എൻ്റെ സബ്സ്ക്രൈബേഴ്സാണ് കേട്ടോ. അത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എനിക്കാണെങ്കിലുണ്ടല്ലോ ജലദോഷം ഒട്ടും കുറവില്ല. അപ്പം ബോഡി പെയിനും കാര്യങ്ങളൊന്നുമില്ല, പക്ഷെ മൂക്കൊലിപ്പ് നന്നായിട്ടുണ്ട്. അപ്പം ഞാൻ വേണ്ട ഒരു ചുക്ക് കാപ്പി കുടിച്ചുകൊണ്ടിരുന്ന. അപ്പോൾ ചുക്ക് കാപ്പി കുടിക്കുമ്പോണ്ടല്ലോ ഇടയ്ക്കിടയ്ക്ക് ഇക്കിള് വീഴും, കുരുമുളക് ഇട്ടതായതുകൊണ്ടേ. അപ്പം ഞാൻ കരുതി ചോദിച്ചവരടുത്തേക്ക് ഒരു മറുപടി പറയാമെന്ന് കരുതിയാണ് ഇപ്പോൾ ഒരു ഓൺ വോയിസ് വന്നത് കേട്ടോ. ഞങ്ങളാണെങ്കിൽ സത്യമായിട്ട് നല്ല രീതിയിൽ പേടിച്ചു കേട്ടോ. ഇന്നലെ ഒരു 7:30 മണിയായപ്പോൾ ഞാൻ ഡ്യൂട്ടിയിലായിരുന്നു. അപ്പം നമ്മുടെ നാട്ടിൽ 10 മണിയായി, 2.5 മണിക്കൂർ വ്യത്യാസമാണ്. അപ്പം ഒരു 7:30 മണിയായപ്പോൾ ഡ്യൂട്ടിയിൽ നിന്ന് ഒരു സൈറൻ അടിയുന്നു കേട്ടോ. അപ്പം എൻ്റെ കൂടെയുള്ള കോവർക്കേഴ്സ് എല്ലാം ചോദിച്ചു, എന്തൊരു സൗണ്ട് കേൾക്കുന്നതെന്ന് ചോദിച്ചു കേട്ടോ. അപ്പോഴത്തേനും നമുക്ക് ഉടനെ മൊബൈലിൽ ആപ്ലിക്കേഷൻ ഓൺ ആക്കിയിട്ടിരിക്കുകയാണ്, എന്തെങ്കിലും ഡേഞ്ചർ സിറ്റുവേഷൻ വന്നാൽ സൈറൻ അടിയണം. അപ്പോൾ ഉടനെ എഴുതി കാണിക്കുന്നുണ്ട് പുറത്തിറങ്ങരുതാണ്. അപ്പോഴത്തേനും നന്നായിട്ട് മേടിച്ചു. ഉടനെ ആണെങ്കിൽ നാട്ടിൽ നിന്ന് വാപ്പ വിളിച്ചു, ആങ്ങളെ വിളിച്ചു, ഖത്തറിലാണെങ്കിൽ ഇതുപോലെ മിസൈല് വീണിട്ടുണ്ടെന്നും പറഞ്ഞു. അപ്പോഴത്തേന് കണ്ണിൻ്റെ അമ്മ ഭയങ്കര ടെൻഷനായിപ്പോലെ, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അങ്ങനെയാണെങ്കിൽ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് അവിടെ തന്നെ ഇരിക്കും, റൂമിലോട്ട് വരാൻ തന്നെ വേണ്ടിയിട്ടോ. അങ്ങനെ എങ്ങനെയെങ്കിലും കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമ്മൾ റൂമിൽ വന്ന് ഉടനെ ടി വിയിലായിട്ട് ഇങ്ങനെ ന്യൂസ് കണ്ടുകൊണ്ടിരുന്നു. ഫുഡ് കഴിച്ചില്ല, ഉറങ്ങാൻ കിടന്നിട്ടാണെങ്കിൽ ഉറക്കം വരുന്നില്ല. 1 മണി 2 മണി വരെ ടി വി നോക്കിക്കൊണ്ടിരിക്കുക. അടുത്തത് ഇങ്ങോട്ട് ബഹ്റൈനിലോട്ടാണെന്ന് പറയുന്നത്. കാരണം US-ൻ്റെ പട്ടാളക്കാരൊക്കെ ബഹ്റൈനിലുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പം 9,000 പേരുണ്ട് കേട്ടോ. അപ്പം നമുക്ക് US-ൻ്റെ ഒരു മിലിറ്ററിയിൽ ഇങ്ങനെ അടിക്കാനുള്ളൊരു ന്യൂസും കൂടെ കണ്ടപ്പോഴത്തേനും ഭയങ്കരമായിട്ടും പേടിച്ചു. അപ്പോൾ എല്ലാവരും കൂട്ടുകാരെല്ലാം വിളിയായിരുന്നു, എല്ലാം ഓക്കെ ആണെന്ന് ചോദിച്ച്. അപ്പം സത്യം പറഞ്ഞിട്ടല്ലോ ഇവിടെ ഒരുപാട് പേരുണ്ട്, വിശേഷങ്ങളും കാര്യങ്ങൾ തിരക്കാനെന്തെങ്കിലും കൂട്ടുകാരാണെങ്കിലും ഇപ്പോൾ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിലും എല്ലാവരും ഇങ്ങനെ ചോദിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. കൂടെ പറഞ്ഞിട്ടില്ലെങ്കിലും രക്തബന്ധമൊന്നും അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ തിരക്കാൻ ഒരുപാട് പേരുള്ളൂ. അപ്പം മനസ്സിലെന്തോ ഒരു വല്ലാത്തൊരു സന്തോഷം. അപ്പം ഞാൻ കരുതി എല്ലാവരോടും നമ്മൾ സുഖമായിട്ട് സന്തോഷത്തോടെ ഇരിക്കണമെന്നൊന്ന് പറയാമെന്ന് കരുതി കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അൽഹംദുലില്ലാ, എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തുക, നമ്മളും ദുആയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഒന്നും സംഭവിക്കാതിരിക്കട്ടെ, എല്ലാം നല്ല രീതിയിൽ പോട്ടെ. അപ്പം നിങ്ങളോട് വിശേഷങ്ങൾ സുഖമായിട്ടൊക്കെ ഇരിക്കണമെന്ന് ചോദിച്ചെല്ലാവരോടും സ്നേഹം മാത്രം. താങ്ക് യു.